എടാ പോകൂ. Mysore trip. ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. മോള് പറഞ്ഞതുപോലെ ഞങ്ങളൊരു കുഞ്ഞ് മൈസൂർ ട്രിപ്പ് പോവാണ്. ഒരു 2 days പ്ലാനാണ്. ലാസ്റ്റ് ഇയർ അമ്മ നാട്ടിൽ നിന്ന് വന്നപ്പം അമ്മയും ഏട്ടനും കൂടി മൈസൂർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പരമാവധി കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടു അവർ. എന്നാലും കാണാത്ത 1-2 സ്ഥലവും കൂടി ബാക്കിയുണ്ട്. അപ്പോൾ അതിൽ മെയിനാണ് ചാമുണ്ഡി ടെമ്പിൾ. അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ചാമുണ്ടേശ്വരി ടെമ്പിളിൽ പോകണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം മെയിനായിട്ട് ഞങ്ങൾ പോകുന്നത് ചാമുണ്ടേശ്വരി ടെമ്പിളിലേക്കാണ്. പിന്നെ കുറച്ച് സമയം ഉണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്ത് പോയതാണ്. രാവിലെ ആയിരുന്നു ട്രെയിൻ, 7 o'clock കേട്ടോ ട്രെയിൻ. അങ്ങനെ 6 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു 15-20 മിനിറ്റ്സ് ദൂരമേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ സ്റ്റേഷനിലേക്ക്. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് 1 മണിക്കൂർ ട്രെയിൻ ലേറ്റ് ആയിരുന്നു. അപ്പോൾ 1 മണിക്കൂർ പോസ്റ്റായിട്ട് അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ നല്ല കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. മോളും അമ്മ ഇടയ്ക്ക് ഒന്ന് ഉറങ്ങി കേട്ടോ, കാരണം രാവിലെ എഴുന്നേറ്റതല്ലേ. അങ്ങനെ ഇടയ്ക്കൊന്ന് ഉറങ്ങി. അത് കഴിഞ്ഞ് നമ്മൾ മൈസൂർ സ്റ്റേഷനിലെത്തി. റൂമൊക്കെ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മേക്ക് മൈ ട്രിപ്പിൽ നിന്ന് തോന്നുന്നു ബുക്ക് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് നേരെ ഹോട്ടലിലേക്ക് പോകാനുള്ള പ്ലാനിലാണ് വന്നത്. പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ക്ഷീണം, ചായ കുടിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അവിടെ പോയി ചായയൊക്കെ കുടിച്ച് നേരെ നമ്മൾ ഹോട്ടലിലേക്ക് പോവാണ്. ഞങ്ങൾ റൂം ബുക്ക് ചെയ്തത് റിയോ മെറിഡിയൻ ഹോട്ടലിലാണ്. ഇത് സ്റ്റേഷനിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ അത്രേ ഉണ്ടാവത്തുള്ളൂ. ഞങ്ങൾ അങ്ങനെ നോക്കിയിട്ട് തന്നെയാണ് ബുക്ക് ചെയ്തത്. സ്റ്റേഷനിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ ആ ഒരു ദൂരത്ത് മതി റൂം എന്നുള്ള രീതിയിൽ. പിന്നെ മോൾക്ക് പൂൾ വേണം. ഇത് രണ്ടുമാണ് നോക്കിയത്. അങ്ങനെ നോക്കിയിട്ടാണ് ഈ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്യുന്നത്. 2 ദിവസത്തേക്കായിരുന്നു ബുക്കിംഗ്. ഇതാണ് ഞങ്ങളുടെ റൂം കേട്ടോ. അത്യാവശ്യം നല്ല വലിയൊരു ബെഡും പിന്നെ ഒരു എക്സ്ട്രാ ബെഡും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ബാത്റൂമും. ഇത്രയായിരുന്നു. ഇനി എല്ലാവരും ഒന്ന് റെഡി ആയിട്ട് പുറത്ത് പോകാൻ പ്ലാൻ ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി ഉച്ചയായി, ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ തൊട്ടടുത്ത് എവിടെയെങ്കിലും ഒരു പ്ലേസ് പോകണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ് ലോക്കരഞ്ജൻ അക്വ വേൾഡ്. ഇവിടെ അണ്ടർ വാട്ടർ അക്വേറിയം ഉണ്ട്. അപ്പോൾ അവിടോട്ടൊന്ന് പോകണമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും റെഡിയായി അങ്ങോട്ടേക്ക് പോവുകയാണേ. മൈസൂർ സിറ്റിക്ക് അടുത്തായിട്ട് കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ കാണാനായിട്ട്. സിറ്റിക്കുള്ളിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഞാനും ഫ്രണ്ട്സും ഒക്കെ എപ്പോഴും വരുന്നൊരു സ്ഥലമായിരുന്നു മൈസൂർ. അപ്പോൾ അതുകൊണ്ട് കാണാത്ത ഏതെങ്കിലും സ്ഥലം കാണുമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെയാണ് ഈ ഒരു അക്വ വേൾഡ് തിരഞ്ഞെടുത്തത്. നല്ല രസമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതിനകത്ത് കയറുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ല ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫിഷസ് ഉണ്ട്. പിന്നെ വലിയൊരു അണ്ടർ വാട്ടർ ടണലുണ്ട്. അപ്പോൾ അതിൽ കൂടെ നമുക്ക് നടക്കാം. നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ.
ഇങ്ങനെ ഒരുപാട് വെറൈറ്റി ഫിഷസ് ഒക്കെ കണ്ടു. ഏറ്റവും നല്ലത് ഈ ഒരു അണ്ടർ വാട്ടർ ടണൽ തന്നെയായിരുന്നു കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രത്യേകിച്ച് മോൾക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അവൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പിറ്റേ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. ഇത് നമ്മൾ ഹോട്ടലിൽ തന്നെ പ്രൊവൈഡഡ് ആയിരുന്നു. അതുകൂടി ചേർത്തിട്ടാണ് പാക്കേജ് എടുത്തേക്കുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ്, അതല്ലാണ്ട് ബ്രെഡും ടോസ്റ്റും ജ്യൂസും ബോയിൽഡ് എഗ്ഗും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് പോകുന്നത് ചാമുണ്ടേശ്വരി ടെമ്പിളാണ്. നമ്മൾ താമസിച്ച ഹോട്ടലിൽ നിന്ന് ഒരു 20 കിലോമീറ്റേഴ്സ് ഉണ്ട് ഈ ഒരു ടെമ്പിളിലേക്ക്. അത്യാവശ്യം കുറച്ച് ദൂരമുണ്ട്, എന്നാലും നല്ല വീതിയുള്ള റോഡും നല്ല റോഡുമാണ്. ട്രാഫിക് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അമ്പലത്തിലെത്തി. അത് കഴിഞ്ഞ് കുറച്ച് പൂവും അവിടെയുള്ള ഇതൊക്കെ ഇല്ലേ തേങ്ങ അതെല്ലാം വാങ്ങിച്ചു. പിന്നെ നമ്മൾ നടന്നു പോകുമായിരുന്നു. പോകുന്ന വഴിക്ക് ഇതുപോലെ ഒരുപാട് ഐറ്റംസ് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങളുടെ കണ്ണടച്ചിട്ട് വേണം കേട്ടോ കൊണ്ടുപോകാനായിട്ട്. അത്രയ്ക്കും ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ അമ്പലത്തിലേക്ക് പോയി. അമ്പലത്തിൻ്റെ ഉള്ളിൽ, അതായത് മെയിൻ നടയില്ലേ, അവിടെ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു നടയുടെ വീഡിയോ എടുത്തിട്ടില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു ഇതും കൂടി ഉണ്ടായിരുന്നു. ഒരു അമ്മയുടെ വിഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും, ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തൊഴുത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു വീഡിയോ എടുത്ത് പിന്നെ പുറത്തെത്തി കഴിഞ്ഞിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. പിന്നെ അവിടുത്തെ ഒരു പ്രസാദമുണ്ട്, ഒരു ലഡ്ഡു കിട്ടും കേട്ടോ. അത് ഞങ്ങൾ വാങ്ങിച്ചു, പക്ഷേ ഞാൻ വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല. അങ്ങനെ അതും വാങ്ങിച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. പോകുന്ന വഴിക്ക് വാക്സ് മ്യൂസിയം ഉണ്ട്, സാൻഡ് മ്യൂസിയം ഉണ്ട്, അങ്ങനത്തെ കുറേ സ്ഥലങ്ങളുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഞാൻ ചൂസ് ചെയ്ത് സാൻഡ് മ്യൂസിയം കാണാമെന്ന്. കാരണം ഏട്ടനും അമ്മയും വാക്സ് മ്യൂസിയമും കണ്ടിട്ടുണ്ട്, സാൻഡ് മ്യൂസിയം ഇതെല്ലാം കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വേണ്ടി ഞാൻ വിചാരിച്ചത് ഒന്ന് കണ്ടു നോക്കാമെന്ന്. കാരണം ആർട്ടല്ലേ എത്രയായാലും, എനിക്ക് ആർട്ടിൽ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇത് പോയി കണ്ടു. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. മണ്ണിൽ കൊത്തി വെച്ചിരിക്കുന്നതാണ് ഇത് ശരിക്കും ഒരു പെൺകുട്ടിയുടെ ഡ്രീം ആയിരുന്നു ഇങ്ങനത്തെ ഒരു മ്യൂസിയം. ആളുടെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ ഫ്രണ്ടിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, എല്ലാം ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ അതെല്ലാം കണ്ടു. എന്ത് രസമുണ്ടല്ലേ കാണാനായിട്ട്. ഇതിനകത്ത് തന്നെ ഒരു ഫോട്ടോ കോർണർ ഉണ്ട് കേട്ടോ. അതായത് 3D ഫോട്ടോസൊക്കെ ഒട്ടിച്ചിട്ട് നമുക്ക് അവിടെ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കാം. അങ്ങനെ ആ ഒരു കോർണറിൽ പോയിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തത് ഈ കാണുന്നതാണത്. ഇവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോൾ ഏകദേശം ഒരു ഉച്ച സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ, 1 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് സെയിൻറ്റ് ഫിലോമിന ചേർച്ചാണ്. ഇത് വൺ ഓഫ് ദി ഫേമസ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് മൈസൂരിൽ. അപ്പോൾ അവിടെയും കൂടി പോയി ചേർച്ചിൻ്റെ ഉള്ളിലൊക്കെ കയറി. അപ്പോൾ ഉള്ളിൽ നമുക്ക് പെർമിഷൻ ഇല്ല വീഡിയോ എടുക്കാനായിട്ടൊന്നും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പുറത്തുനിന്ന് കാണിച്ചു തരുന്നു. പിന്നെ നേരെ നമ്മൾ ലഞ്ച് കഴിച്ചു, റൂമിലേക്ക് പോയി ഒന്ന് ഫ്രഷപ്പായി. വൈകുന്നേരം ബൃന്ദാവനിൽ പോകണമെന്നുണ്ടായിരുന്നു. ബൃന്ദാവൻ KRS ഡാമൊക്കെ ഇല്ലേ, ബൃന്ദാവൻ ഗാർഡൻ. അപ്പോൾ അവിടെ പോകണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു 1 hour റെസ്റ്റ് എടുത്ത് കഴിഞ്ഞ് നമ്മൾ നേരെ ബൃന്ദാവൻ ഗാർഡനിലേക്ക് പോയി. അവിടെ ഇത് പറയുന്ന പോലെ കുറേ സ്റ്റോളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഈ ഒരു പാലം നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ പോകുന്ന വഴിക്ക് കുറേ മീനൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ മീനുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് നല്ല മഴക്കോളുണ്ട് കേട്ടോ. ഇപ്പോൾ വേണമെങ്കിലും മഴ പെയ്യുമെന്ന് പറഞ്ഞിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇടയ്ക്കിടയ്ക്കൊന്ന് ചെറുതായിട്ട് പെയ്യുന്നുണ്ട്, ഒന്ന് സ്റ്റോപ്പ് ആവും. അങ്ങനെയായിരുന്നു കാലാവസ്ഥ. പക്ഷെ നല്ല രസം, ഒട്ടും വെയിലില്ലാത്തതുകൊണ്ട് നല്ല രസമായിരുന്നു അവിടെ നടക്കാനൊക്കെ. ഇതാ കണ്ടില്ല, നല്ല വലിയ മീനൊക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു, ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ മെയിനായിട്ട് വന്നത് തന്നെ വാട്ടർ ഫൗണ്ടെയിൻ ഇല്ലേ, ഇവിടെ വാട്ടർ ഫൗണ്ടെയിൻ ഷോ ഉണ്ട്. അപ്പോൾ അത് കാണാനായിട്ട് മെയിനായിട്ട് വന്നത്. പക്ഷെ അവിടെ എത്തി കഴിയുമ്പോഴാണ് അറിയുന്നത് ഇപ്പം ഫെബ്രുവരി കഴിഞ്ഞപ്പോൾ തൊട്ടങ്ങാണ്ട് അത് നിർത്തി വെച്ചേക്കാണ്. എപ്പോഴാണ് ഇനി റീസ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് അവർക്കും അറിയില്ല. അപ്പോൾ അത് നിർത്തി വെച്ചേക്കാണ്. ആ ഒരു ഡിസപ്പോയിൻമെൻറ്റ് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് നമ്മുടെ മുഖത്ത് കാണാൻ പറ്റും. കാരണം നമ്മൾ താമസിച്ച ഹോട്ടലിൽ നിന്ന് ഒരു 20 കിലോമീറ്റർ ഉണ്ട് ഈ ഒരു ഗാർഡന്. അപ്പോൾ അത്രയും ഡിസ്റ്റൻസ് നമ്മൾ വന്നത് തന്നെ മെയിനായിട്ട് ഇത് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം അമ്മ ഗാർഡൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് കാണണം, ഫൗണ്ടെയിൻ ഷോ കാണണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. പക്ഷേ സാരില്ല, നമ്മുടെ കഷ്ടകാലത്തിന് അതില്ല, കുഴപ്പമില്ല. എന്തായാലും നൈറ്റ് വ്യൂ നല്ല രസമായിരുന്നു. അതെല്ലാം കണ്ട് നമ്മൾ റൂമിലേക്ക് പോയി. പിറ്റേ ദിവസം നമ്മൾ ചെക്കൗട്ട് ചെയ്യുന്ന ദിവസമാണല്ലോ. അപ്പോൾ അന്നാണ് മോള് പൂളിൽ ഇറങ്ങുന്നത് തന്നെ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് പൂളിൽ ഇറങ്ങി കളിക്കുകയാണ് ആൾ. അച്ഛനും മോളും പൂളിൽ ഇറങ്ങി കളിക്കുകയാണ്. കുറച്ച് നേരം മോളെ സ്വിമ്മിംഗ് ഒക്കെ പഠിപ്പിക്കാനൊക്കെ നോക്കി, എവിടെ നിന്ന് വല്ലതും നടക്കും. അപ്പോൾ അങ്ങനെ അവർ രണ്ടുപേരും കുറേ നേരം പൂളിലൊക്കെ കളിച്ച് അത് കഴിഞ്ഞ് നമ്മൾ റൂമിൽ പോയി ഫ്രഷപ്പായി അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്തു കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ മൈസൂർ ട്രിപ്പ് എൻഡായി. ഒരു കുഞ്ഞ് ട്രിപ്പായിരുന്നു, പെട്ടെന്ന് തന്നെ എൻഡായി. വരുന്ന വഴിക്ക് ഞങ്ങൾ ഫുഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു, ട്രെയിനിൽ വെച്ച് കഴിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഏട്ടൻ മോൾക്ക് ചോറ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു കുഞ്ഞ് മൈസൂർ ട്രിപ്പിൻ്റെ വ്ളോഗ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.